ഞാനും പാറുമോള് പട്ടിക്കാട് വരെ പോവാണ് കേട്ടോ. എന്തിനാന്നറിയോ? പാറുവിനോട് ചോദിക്കാം. എവിടേക്കാ പാറുവാ? നാളെ എന്റെ ക്ലാസ് എന്റെ മിസ്സിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ പട്ടിക്കാട് പോവാണ്. പട്ടിക്കാട് പോവാ? എന്താ മേടിക്കാ? എന്തെങ്കിലും മേടിക്കാം. എന്തെങ്കിലും മേടിക്കാല്ലേ? പോയിട്ട് വരാം. വാ. അങ്ങനെ പാറമോള് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു കുഞ്ഞ് സമ്മാനമൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോവാണ് കേട്ടോ. പിറ്റേ ദിവസം പാറമോളെ സ്കൂളിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി ആക്കുകയാണ്. ഇന്ന് പാറമോളുടെ ഈ വർഷത്തെ അവസാന ദിവസമാണ് കേട്ടോ. ഇന്ന് കമ്പ്യൂട്ടറാണ് പരീക്ഷ. 11 മണിക്ക് വിടും. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ വേറെ കൂട്ടുകാരിനെയൊക്കെ കിട്ടിയിട്ടോ. രണ്ടുപേരും കൂടി അങ്ങനെ നടന്നൊക്കെ പോയി. പിന്നെ ഞാനും അച്ഛമോനും കൂടി തൃശ്ശൂർ പാറമേക്കാവിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പാറമേക്കാവിൽ പോയി തൊഴാമെന്ന് വിചാരിച്ചു കേട്ടോ. തിരിച്ചു വരുമ്പോഴേക്കും പാറുവിനെ കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അപ്പോഴേക്കും ഞങ്ങൾ നേരത്തെ തന്നെ തിരിച്ചെത്തിയിട്ടോ. ഇന്ന് അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ചെറിയ മഴക്കാർ പോലെയുള്ള കാരണം അധികം ക്ഷീണമൊന്നും വന്നില്ല. അങ്ങനെ അവിടെയൊക്കെ തൊഴുത് പിന്നെ ദേ വടക്കുന്ന അതിന്റെ ഗ്രൗണ്ടിൽ പോയപ്പോൾ നമ്മുടെ എക്സിബിഷന്റെ കവാടാണ് കേട്ടോ. എക്സിബിഷന്റെ അവിടെ പണികൾ തുടങ്ങിയെങ്കിൽ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വെറുതെ അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു വന്നു. കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് നല്ല വെയിലാവുമ്പോൾ എനിക്ക് തലവേദന വരും. പിന്നെ രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഉണ്ടല്ലോ ഒരു സ്ഥലത്ത് മസാല ദോശ ഇല്ല, ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് കേട്ടോ. കടകളിലൊന്നുമില്ല. അങ്ങനെ ഞങ്ങളൊരു സമൂസ അവിൽ മിൽക്കും മേടിച്ച് കഴിച്ചു. തിരിച്ച് കടയിലെത്തിയിട്ടോ. കടയിലെത്തിയിട്ട് വീട്ടിൽ കറി വെച്ചിട്ടാണ് പോയതെങ്കിൽ ശ്രീജേട്ടനെ മുട്ട പൊരിക്കാന്ന് വിചാരിച്ച് ഞാൻ കടയിൽ കയറി മുട്ടയും സവളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കൊണ്ട് വീട്ടിലേക്ക് നമ്മൾ വരുന്ന വഴിക്ക് നിറയെ മയിലുകൾ കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ അച്ചുമോൻ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ പേര് നിവർത്തിയതൊന്നും ഇല്ല എങ്കിലും ദേ ഉള്ളതിനൊക്കെ അച്ചുമോൻ ഇങ്ങനെ വീഡിയോ എടുത്തുട്ടോ. പിന്നെ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പാറുമോള് വന്നു കേട്ടോ. എന്ത് ചിരിക്കണേ? സന്തോഷം കൊണ്ട് പോയി. എന്ത് പറയുക? ക്ലാസ് കഴിഞ്ഞാ? കൂട്ടുകാരൻ മിസ് ചെയ്യില്ലേ? ക്ലാസ് കഴിഞ്ഞ് പഠിക്കണ്ടേ അല്ലേ? അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നതല്ലേ, പാല് കൊണ്ട് ബൂസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു സംഭവം ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. തണുത്ത പാൽ ഒഴിച്ചു കേട്ടോ. അതിലേക്ക് ബൂസ്റ്റ് ഇട്ട് ഐസും കട്ടിയും പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാനായിട്ട്. അത് ഞാൻ വെക്കുമ്പോഴേക്കും പാറുമോള് മിക്സി ഓൺ ആക്കി ഗൈസ്. ദേ ഇങ്ങനെയായി അവസ്ഥ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വഴക്കൊക്കെ കേട്ടിട്ട് പാറുമോൾക്ക് ദേ അങ്ങനെ ഞങ്ങൾ അവസാനം രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ചിരിക്കുക. അതല്ലാതെ പിന്നെ ഇനി എന്ത് ചെയ്യാൻ? അവസാനം അവിടെയൊക്കെ വൃത്തിയാക്കി വീണ്ടും അടിച്ചു. അങ്ങനെ നമ്മൾ ഒഴിച്ചിട്ട് ആ സമയം കൊണ്ട് പാറുമോള് മേല് കഴുകാൻ പോയിട്ടോ. ചീത്ത കേട്ടപ്പോൾ ഇത്തിരി വിഷമമൊക്കെ വന്നെങ്കിലും പിന്നെ എനിക്ക് വിഷമമായിട്ട് അങ്ങനെ ദേ ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ പാറുമോളെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും മേലൊക്കെ കഴുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുത്തപ്പോൾ എൻ്റെ മോൾക്ക് സന്തോഷമായി. അങ്ങനെ പിന്നെ അതൊക്കെ കുടിച്ചിട്ട് അച്ചുമോൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് പാറുവിനെ കരയിക്കാൻ. പക്ഷെ പാറു കരയില്ല ഗൈസ് അച്ചുമോന്റെ മുന്നിൽ. അല്ലേ പാറുമോളെ? എന്ത് കരയാത്തെ? ആവോന്നാ? അങ്ങനെ പാറുമോള് ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ഹാപ്പി ആയി കേട്ടോ എല്ലാവരും കൂടി.